അപ്പോൾ രണ്ട് രീതിയിലാണ് കേസസ് രണ്ട് രീതിയിലാണ് കോടതിയുടെ മുന്നിലേക്ക് കേസ് വരുന്നത്. വൺ ഈസ് ഓൺ ദ ബേസ് ഓഫ് എ പോലീസ് റിപ്പോർട്ട് ആൻഡ് അനദർ വൺ ഈസ് ഓൺ ദ ബേസ് ഓഫ് എ കംപ്ലൈന്റ്. ആൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ പോലീസ് റിപ്പോർട്ട്? ഇറ്റ് ഈസ് സ്പെസിഫിക്കലി മെൻഷൻ അണ്ടർ സെക്ഷൻ 173 ഓഫ് ദ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. സോ നമ്മുടെ ഈ ലിമിറ്റഡ് ടൈമിനുള്ളിൽ നിങ്ങൾ ജസ്റ്റ് നോട്ട് ഔട്ട് ഓൾ ദീസ് പ്രൊവിഷൻസ് ആൻഡ് ദെൻ ആഫ്റ്റർ മൈ ക്ലാസ് ഓർ അടുത്ത ദിവസങ്ങളിൽ യു ജസ്റ്റ് റീഡ് ദീസ് പ്രൊവിഷൻസ്. So 173 is the police report. ഈ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൊഗ്നിസൻസ് എടുക്കുന്നത്. ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു പാർട്ട് എ, ഞാൻ പറഞ്ഞു ദിസ് പെർട്ടിക്കുലർ ചാപ്റ്റർ ഈസ് കൺസേൺ ഇറ്റ് ഹാസ് 3 parts. പാർട്ട് എ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി. ഇപ്പോൾ പാർട്ട് എ കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ലിങ്ക് ചെയ്യുന്നത് പാർട്ട് സിയിലേക്ക് പോകും. അതാണ് ദാറ്റ് ഈസ് എ നെക്സ്റ്റ് പ്രൊസീജിയർ. പാർട്ട് എയില് ദർ ആർ സെക്ഷൻ 238 to 243 വരെയുള്ള സെക്ഷൻ കഴിഞ്ഞാൽ ദെൻ നമ്മൾ റെഫർ ചെയ്യുന്ന സെക്ഷൻസ് 248 to 49 to 50. So part A and part C are connected because it is part C is the continuation of part A. And part B and part C are also connected because part C is a continuation of part B. പക്ഷേ ഈ പാർട്ട് എയും പാർട്ട് ബിയും തമ്മിലുള്ള ഫണ്ടമെന്റൽ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് എ ഡീൽസ് വിത്ത് കേസസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ ദ ബേസ് ഓഫ് പോലീസ് റിപ്പോർട്ട് ആൻഡ് പാർട്ട് ബി ഡീൽസ് വിത്ത് കേസസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ ദ ബേസ് അതർ ദാൻ ബൈ പോലീസ് റിപ്പോർട്ട്. Other than by police report എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈന്റ്. So the question is, police report is mentioned under section 173. And what about the complaint? What is the meaning of a complaint? And the complaint is specifically mentioned under section 2 of the Act. I think it is defined under section 2D. Is the definition of complaint. So ഈ കംപ്ലൈന്റ് എങ്ങനെ കോടതി എടുക്കും? കോടതിയിൽ ഒരു കംപ്ലൈന്റ് എടുക്കുന്ന സമയത്തുള്ള പ്രൊസീജിയർ എന്താണ്? ഇറ്റ് ഈസ് സ്പെസിഫിക്കലി മെൻഷൻഡ് ഇൻ 4 sections ഓഫ് ദ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. ദാറ്റ് ഈസ് സെക്ഷൻ 200, സെക്ഷൻ 201, 202 ആൻഡ് 203. സോ അതാണ് അതിന്റെ പ്രൊസീജിയർ. എങ്ങനെയാണ് ഒരു കംപ്ലൈന്റ് എടുക്കുക, കംപ്ലൈന്റ് എടുക്കുന്നത് ആരാണ്, എങ്ങനെ എടുക്കാം, അത് റിജക്ട് ചെയ്യാൻ പറ്റുമോ, അത് എടുക്കുന്ന സമയത്തുള്ള പ്രൊസീജിയർ എന്താണ്? That is specifically mentioned in 4 sections. Number 1 is 200, number 2 is 201, then 202 and then 203. This is specifically mentioned in a chapter. ഒരു ചാപ്റ്റർ ആണ് CRPC. അപ്പോ ഞാൻ പറഞ്ഞു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ ദ ഫസ്റ്റ് സെക്ഷൻ, ഫസ്റ്റ് പാർട്ട് എ, ദാറ്റ് ഈസ് സെക്ഷൻ 238 to 243 deals with cases instituted on a police report. So you understand, I think you have a better understanding of the meaning a police report. A police report means a report specifically mentioned in the investigation chapter, especially in section 173. That is the final police report. So preliminary police report ഒക്കെ ഫയൽ ചെയ്യുന്നുണ്ട്, that is mentioned in other sections of the same chapter. ഈ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കേസസിനെയാണ് നമ്മൾ ഇപ്പോൾ ഈ പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത്, ദാറ്റ് ഈസ് പാർട്ട് എ. അപ്പൊ അതിൽ ആദ്യം എന്താണ് കോടതി ചെയ്യുന്നത്? ഫസ്റ്റ് സെക്ഷൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് കംപ്ലയൻസ് വിത്ത് സെക്ഷൻ 207. അപ്പോൾ 207 കംപ്ലൈന്റ് ചെയ്യണം. ഈ 207 കംപ്ലൈന്റ് ചെയ്യേണ്ടത് ആരാന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അത് മജിസ്ട്രേറ്റ് ആണ്. അപ്പൊ 207 എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് വാട്ട് ഈസ് ദെൻ ദ ക്വസ്റ്റ്യൻ ഈസ് വി ഹാവ് ടു ലുക്ക് ഇൻ ടു സെക്ഷൻ 207 ബിക്കോസ് വി ഹാവ് ടു റെഫർ സെക്ഷൻ 207 ബിക്കോസ് വാട്ട് is specifically mentioned under section 238. It is mentioned that complaints with the section 207. What is section 207? 207 is the supply to the accused of copy of police report and other documents. അപ്പോൾ 207 അനുസരിച്ച് മജിസ്ട്രേറ്റ് അക്യൂസ്ഡിന് 2 കാര്യങ്ങൾ കൊടുക്കണം. വൺ ഈസ്
the copies of police report and other documents. So police report allade vere endokke document aanu accused in the right as per section 207 for in case of a trial of warrant case by magistrate, which is mentioned under section 238 and which is so referred in section 207, is ഇതൊരു ഫ്രീ ഓഫ് കോസ്റ്റിലാണ് കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുക്കണം. ഫ്രീ ഓഫ് കോസ്റ്റിൽ ആരാ കൊടുക്കേണ്ടത്? മജിസ്ട്രേറ്റ് ആണ് കൊടുക്കേണ്ടത്. ആർക്കാ കൊടുക്കേണ്ടത്? അക്യൂസ്ഡിനാണ് കൊടുക്കേണ്ടത്. എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? പോലീസ് റിപ്പോർട്ട് ആൻഡ് അതർ ഡോക്യുമെന്റ്സ്. ആൻഡ് അതർ ഡോക്യുമെന്റ്സ് ഇൻക്ലൂഡ്സ്, ആസ് മെൻഷൻഡ് ഇൻ സെക്ഷൻ 207, is FIR, as mentioned under section 154, the statement recorded under section 161(3), the confession statement as recorded under section 164, and the other documents as specifically mentioned under section 173 clause 5. ഇത്രയും ഡോക്യുമെന്റ് ആണ് നമുക്ക് കമ്പൽസറി ആയിട്ട് അക്യൂസ്ഡിന് ഫ്രീ ഓഫ് കോസ്റ്റിന് മജിസ്ട്രേറ്റ് സെക്ഷൻ 207 അനുസരിച്ച് കൊടുക്കേണ്ടത്. അത് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് സെക്ഷൻ 238 പറഞ്ഞേക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് സെക്ഷൻ 239? ഈ 239 എന്താ പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്ചാർജിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. സെക്ഷൻ 239 ഡീൽസ് വിത്ത് വെൻ അക്യൂസ്ഡ് ഷാൽ ബി ഡിസ്ചാർജ്. ഇത് ആരാ ഡിസ്ചാർജ് ചെയ്യുന്നത്? ഡിസ്ചാർജ് ചെയ്യുന്നത് മജിസ്ട്രേറ്റ് ആണ്. അപ്പോൾ മജിസ്ട്രേറ്റ് എന്തുകൊണ്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്? ഈ ഒരു കേസ്, ഒരു ക്രിമിനൽ കേസ് എൻഡ് ചെയ്യുന്നത് 3 രീതിയിലാണ്. നമ്പർ 1 ഈസ് ഡിസ്ചാർജ്, നമ്പർ 2 ഈസ് അക്യൂറ്റൽ ഓർ കൺവിക്ഷൻ, നമ്പർ 2 ഈസ് അക്യൂറ്റൽ ഓർ നമ്പർ 3 കൺവിക്ഷൻ. അപ്പോ ഒരു കേസ് എൻഡ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് സർക്കംസ്റ്റാൻസസ് ആണ്. ഇതിലെ ഫസ്റ്റ് സർക്കംസ്റ്റാൻസ് ആണ് ഇറ്റ് ഈസ് മെൻഷൻ അണ്ടർ സെക്ഷൻ 239. ഈ രണ്ട് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കേസ് എൻഡ് ചെയ്യും. ഓൺലി 2 സെക്ഷൻസ്. അതെന്താണ്? കംപ്ലൈൻസ് വിത്ത് സെക്ഷൻ 207 ചെയ്തു. ദെൻ സബ്സിക്വന്റ് സ്റ്റെപ്പ് ഈസ് an accused may be discharged. അപ്പൊ എന്തുകൊണ്ട് ഡിസ്ചാർജ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസ്ചാർജ് ചെയ്യുന്നത് മജിസ്ട്രേറ്റ് ആണ്. ഈ ഡിസ്ചാർജ് ചെയ്യുന്ന റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് there is no sufficient ground for accusation. അപ്പോ ഇതിന് ഒരു കാരണവുമില്ല, ഇയാളെ ശിക്ഷിക്കാനായിട്ടുള്ള ഒരു ഗ്രൗണ്ടും പോലീസ് റിപ്പോർട്ടിൽ കാണുന്നില്ല. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രൗണ്ട് പോലീസ് റിപ്പോർട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാളെ നമ്മൾ ട്രയൽ നടത്തി പണിഷ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഇത് സംഭവിക്കുന്നത് ഈ പോലീസ് റിപ്പോർട്ട് മജിസ്ട്രേറ്റ് നോക്കിയതിന് ശേഷം അതിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ഇല്ല ഫോർ ഫ്രെയിമിംഗ് ചാർജസ്. ചാർജ് ഫ്രെയിം ചെയ്യുന്നതിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രൗണ്ട്സ് ഇല്ല. ബിക്കോസ് framing of charges is mentioned under chapter I think it is mentioned under chapter 17, that is section 211 to 224. അപ്പോൾ ചാപ്റ്റർ 17 സെക്ഷൻ 211 മുതൽ 224 വരെയുള്ള സെക്ഷനിലാണ് ഫ്രെയിമിംഗ് ഓഫ് ചാർജസ് പറയുന്നത്. ആ ഫ്രെയിമിംഗ് ഓഫ് ചാർജസിലേക്ക് പോകാനായിട്ട് ഉള്ള പോസിബിലിറ്റി ഇല്ല. ബിക്കോസ് there is no specific genuine ground for accusation of the accused, which is not there in the police report. അപ്പോൾ ചാർജിന് മുൻപേ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഡിസ്ചാർജ്. അപ്പോൾ ചാർജ് കൊടുക്കുന്നതിന് മുൻപേ ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ സ്പെസിഫിക് ഗ്രൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഇയാളെ പണിഷ് ചെയ്യാൻ പറ്റില്ല, ഇയാളുടെ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്ചാർജ്. ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചാർജ് കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് ഒരു ക്രിമിനൽ കേസ് വാറന്റ് ട്രയലിൽ എൻഡ് ചെയ്യാൻ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്ചാർജിലാണ്. അപ്പോ അങ്ങനെ എൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദ കേസ് വിൽ കണ്ടിന്യൂ. ആൻഡ് വാട്ട് ഹാപ്പൻ നെക്സ്റ്റ് സംഭവിക്കുന്നത് 240 ആണ്, ഫ്രെയിമിംഗ് ഓഫ് ചാർജസ് ആണ്. ഈ ഫ്രെയിമിംഗ് ഓഫ് ചാർജ് വരികയാണെങ്കിൽ another chapter is also very important, and that chapter I already mentioned is chapter 17, section 211 to 224, where everything is mentioned about charge, framing of charge, content of charge, joint of charge, and other all related matters are mentioned in that particular chapter. ഈ ഒരു ചാർജ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അക്യൂസേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ അക്യൂസ്ഡ് പേഴ്സൺ കമ്മിറ്റഡ് ഓഫൻസ്, ഡിഡ് കമ്മിറ്റ് ഓഫൻസ് എന്നുള്ളതിനൊരു തെളിവാണ് ഈ ചാർജ് എന്ന് പറയുന്നത്. ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ദ കണ്ടന്റ് ഓഫ് ദ ചാർജ്, ചാർജിൽ എന്തൊക്കെ ഉണ്ടാവണം, ചാർജിന്റെ കണ്ടന്റ് എന്താണ്. ബിക്കോസ് ഓറൽ ചാർജ് അല്ല നമ്മൾ കൊടുക്കുന്നത്, ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ടാണ് ചാർജ് കൊടുക്കുന്നത്, റിട്ടേൺ ആയിട്ടാണ് ചാർജ് കൊടുക്കുന്നത്. അതിൽ എന്തൊക്കെ ഉണ്ടാവണം, അതിന്റെ കണ്ടന്റ് എന്തായിരിക്കണം, അതിൽ അക്യൂസിന്റെ പേരുണ്ടാവണോ, അതിൽ ഒഫൻസ് ഉണ്ടാവണോ, അതിൽ ഒഫൻസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവണമോ, കമ്മിറ്റ് ചെയ്ത മറ്റു ഡീറ്റെയിൽസ് ഉണ്ടാവണോ, പ്രീവിയസ് കൺവിക്ഷനെ കുറിച്ച് പറയണോ, ഇതെല്ലാം സ്പെസിഫിക്കലി മെൻഷൻ അണ്ടർ സെക്ഷൻ 2 സോ ആ ഫ്രെയിമിംഗ് ഓഫ് ചാർജിലേക്ക് പോകണമെന്നാണ് സെക്ഷൻ 240 പറഞ്ഞേക്കുന്നത്. അങ്ങനെ പോവുക മാത്രമല്ല, ദ ചാർജ് ഷാൽ ദെൻ ബി റീഡ് ആൻഡ് എക്സ്പ്ലെയിൻ ടു ദി അക്യൂസ്ഡ് ആൻഡ് ഹി ഷാൽ ബി ആസ്ക്ഡ് വെദർ ഹി പ്ലീഡ് ഗിൽറ്റി ടു ദ ഒഫൻസ് ചാർജ് ആൻഡ് ക്ലെയിം ടു ബി ട്രൈഡ്. അപ്പോൾ ഈ കാര്യങ്ങൾ ചോദിക്കണം, നിങ്ങൾ ഇത് കുറ്റം സമ്മതിക്കുന്നുണ്ടോ, ഇതാണ് നിങ്ങളുടെ ചാർജ്, ഇതാണ് നിങ്ങൾ ചെയ്ത ഒഫൻസ്, ഇതാണ് പണിഷ്മെന്റ്, നിങ്ങൾ മുൻപ് ഒഫൻസ് കൺവിക്ട് ചെയ്തിട്ടുണ്ടോ, ആ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പൊ ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അക്യൂസിഷൻ ആണ് ചാർജ് എന്ന് പറയുന്നത്. ചാർജ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പ്രൈമ ഫേസിയ അക്യൂസ്ഡ് ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ പോയിന്റ്. അപ്പോ ചാർജ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സബ്സിക്വന്റ് പ്രൊസീഡിങ്സിലേക്ക് പോകും. അതിൽ ഒരു കാര്യം അക്യൂസിന് ചെയ്യാൻ പറ്റുന്നത്, അക്യൂസിന് ഗിൽറ്റി പ്ലീ ചെയ്യാം. യെസ്, ഞാൻ ഈ പറഞ്ഞേക്കുന്ന കുറ്റം ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് പ്രൊസീജിയർ. ദാറ്റ് ഈസ് ലേഡ് ഓൺ ഇൻ സെക്ഷൻ 241. ദാറ്റ് ഈസ് കൺവിക്ഷൻ ഓൺ പ്ലീ ഓഫ് ഗിൽറ്റി. കൺവിക്ഷൻ ഓൺ പ്ലീ ഓഫ് ഗിൽറ്റി. ഈ കൺവിക്ഷൻ ഓൺ പ്ലീ ഓഫ് ഗിൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗിൽറ്റി പ്ലീ ചെയ്യാണ്. അപ്പോൾ കൺവിക്ഷൻ നടത്തണമോ വേണ്ടോ എന്നുള്ളത് ഇറ്റ് ഈസ് ദ ഡിസ്ക്രിഷൻ ഓഫ് ദ കോർട്ട്. കോടതിയുടെ അധികാരമാണ്. നോർമലി കോടതി കൺവിക്ട് ചെയ്യും, അത് ഇറ്റ് ഈസ് എ ഡിസ്ക്രിഷൻ ഓഫ് ദ കോർട്ട്. ഡിസ്ക്രിഷൻ എന്നുള്ള വേർഡ് ഈസ് ദെയർ ഇൻ ദി സെക്ഷൻ 241. ഡിസ്ക്രിഷൻ ഇൻ മലയാളം മീനിങ് ഇസ് എ വിവേചന അധികാരം. അപ്പൊ അതാണ് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇനി അദ്ദേഹം പ്ലീ ചെയ്തില്ല, ഗിൽറ്റി പ്ലീ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ട് ദ മജിസ്ട്രേറ്റ് ക്യാൻ ഡു, മജിസ്ട്രേറ്റ് വിൽ ടേക്ക് എവിഡൻസ് ഫോർ പ്രോസിക്യൂഷൻ. ഈ എവിഡൻസ് ഫോർ പ്രോസിക്യൂഷനിൽ എന്താണ് മജിസ്ട്രേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, മജിസ്ട്രേറ്റ് ഷാൽ ഫിക്സ് എ ഡേറ്റ് ഫോർ ദ എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസസ്. ഇവിടെ കുറെ എവിഡൻസ് ആക്ടുമായിട്ട് കണക്ഷൻ ഉണ്ട്. ബിക്കോസ് വിജി സാർ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുമായിട്ട് കണക്ഷൻ ഉണ്ട്. ബിക്കോസ് എന്താണ് എവിഡൻസ് ഇസ് മെൻഷൻ അണ്ടർ എവിഡൻസ് ആക്ട്. ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എവിഡൻസ് എവിഡൻസ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വിറ്റ്നസിനെ റെക്കോർഡ് ചെയ്യുന്ന രീതി എവിഡൻസ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസസ് ഈസ് മെൻഷൻ അണ്ടർ ദ എവിഡൻസ് ആക്ട്. അതെല്ലാം ഇവിടെയാണ് നടക്കുന്നത്. 242 മുതൽ 243 നടക്കുന്നത്. പക്ഷെ ആദ്യം ആ എവിഡൻസ് എടുക്കുന്നത് പ്രോസിക്യൂഷൻ സൈഡിൽ നിന്നാണ്. കാരണം പ്രോസിക്യൂഷനാണ് ബർഡൺ ഓഫ് പ്രൂഫ് വരുന്നത്. ഈ ബർഡൺ ഓഫ് പ്രൂഫ് ഈസ് ഓൾസോ സ്പെസിഫിക്കലി മെൻഷൻ അണ്ടർ സെക്ഷൻ 101 to 114 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. പിന്നെ ഈ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എവിഡൻസിനെ കുറിച്ചും എവിഡൻസ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈ ഓറൽ എവിഡൻസ്, പിന്നെ ഡോക്യുമെന്ററി എവിഡൻസ്, പിന്നെ ഡയറക്റ്റ് എവിഡൻസ്, ഇൻഡയറക്റ്റ് എവിഡൻസ്, പിന്നെ ഈ ഹിയർസേ എവിഡൻസ്, റെസ് ജസ്റ്റ്, അങ്ങനെ കുറെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ഇവിടെ രണ്ട് തരത്തിലുള്ള വിറ്റ്നസ് ഉണ്ട്, പ്രോസിക്യൂഷൻ വിറ്റ്നസ് ആൻഡ് ഡിഫൻസ് വിറ്റ്നസ്. ഇപ്പൊ ആദ്യം ചെയ്യുന്നത് എവിഡൻസ് പ്രോസിക്യൂഷൻ സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. അത് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്, ദാറ്റ് ഈസ് മെൻഷൻ അണ്ടർ സെക്ഷൻ 242. പിന്നെ ഈ സമയത്താണ് ഈ ആർക്കൊക്കെ ഏതൊക്കെ വിറ്റ്നസിന് സമൻസ് അയക്കണം, ഏതൊക്കെ വിറ്റ്നസിന് ഇഷ്യൂ ഓഫ് പ്രോസസ് നടത്തണം. ഇഷ്യൂ ഓഫ് പ്രോസസ് ഈസ് മെൻഷൻ അണ്ടർ സെക്ഷൻ 204. യു പ്ലീസ് റെഫർ സെക്ഷൻ 204 ഓൾസോ, 204. അപ്പോ ഈ ഇവര് ലിസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് സമൻസ് അയക്കും. ഇനി വാറണ്ട് ആണ് വരുന്നെങ്കിൽ അതിനുള്ള പ്രൊസീഡിങ്സ് നടത്തും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം 204 സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. അതിനുശേഷം ഈ എവിഡൻസ് പ്രോസിക്യൂഷൻ സൈഡിൽ നിന്ന് എടുത്തതിന് ശേഷം മജിസ്ട്രേറ്റിന് തോന്നുകയാണ് ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്, അതായത് ഡിഫൻസ് സൈഡിൽ നിന്ന് എടുക്കുന്നത്. ആൻഡ് എക്സാമിനേഷൻ ഈസ് ഓൾസോ ഡൺ. ഫോർ എക്സാമ്പിൾ ചീഫ് എക്സാമിനേഷൻ, ക്രോസ് എക്സാമിനേഷൻ, റീ എക്സാമിനേഷൻ, ലീഡിംഗ് ക്വസ്റ്റ്യൻ, ഇതെല്ലാം ഇവിടെ കഴിഞ്ഞതിന് ശേഷം നേരെ ഇതിലേക്ക് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ എവിഡൻസ് ഫ്രം ദ ഡിഫൻസ് സൈഡ്. എവിഡൻസ് ഫ്രം ദ ഡിഫൻസ് സൈഡിലേക്ക് എവിഡൻസ് എടുത്തു കഴിഞ്ഞാൽ, ഈ രണ്ട് എവിഡൻസ് എടുത്തു കഴിഞ്ഞാൽ ബൈ വേ ഓഫ് എ പ്രൊസീജിയർ
ആ പ്രൊസീജിയറിലൂടെ എവിഡൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ഇറ്റ് ഈസ് ദ ലാസ്റ്റ് സെക്ഷൻ ഓഫ് 243. ഈ 243 ഈസ് ദ ലാസ്റ്റ് സെക്ഷൻ ഓഫ് പാർട്ട് എ. എന്നിട്ട് നമ്മൾ ജമ്പ് ചെയ്ത് പാർട്ട് സിയിലേക്കാണ് പോകുന്നത്. അപ്പോ ഈ പാർട്സ് എയിലെ ഓരോ സെക്ഷനും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. എന്നിട്ട് നമുക്ക് പാർട്ട് സിയിലേക്ക് പോകണം. പാർട്ട് സിയിലെ 3 സെക്ഷനേ ഉള്ളൂ. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. 5 മിനിറ്റ് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. Different news reported in Hindu, which I consider it has a constitutional importance. And the second issue reported by this Hindu, which is I think is a constitutional